ഹലോ മക്കളെ, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സാമിന് വരാവുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഓൾറെഡി പ്രാക്ടിക്കൽ എക്സാമിനേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുക, ആ ക്ലാസ്സുകൾ കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ: Create an array to store the heights of 10 students and find the largest value. അതായത് ഒരു അറേയിലേക്ക് 10 സ്റ്റുഡൻസിന്റെ ഹൈറ്റ് സ്റ്റോർ ചെയ്യുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ അറേയിൽ നിന്ന് ലാർജസ്റ്റ് വാല്യൂ, ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഏതാണോ അത് കണ്ടുപിടിക്കുക. വളരെ ഈസിയാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ. ആദ്യം തന്നെ ഈ പ്രോഗ്രാമിന്റെ സോഴ്സ് കോഡ് നമുക്കൊന്ന് നോക്കാം. #include iostream നമ്മൾ ഹെഡർ ഫയൽസ് എഴുതുന്നു. #include iostream. അതിനുശേഷം യൂസിങ് നെയിം സ്പേസ് std സെമിക്കോളൻ ഇടാൻ മറക്കരുത്. പിന്നീട് നമ്മൾ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻറ്റ് മെയിൻ, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റിനകത്തായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? 10 കുട്ടികളുടെ ഹൈറ്റ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടി ഹൈറ്റ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഫ്ലോട്ട് ഹൈറ്റ്സ് ഓഫ് 10 സെമിക്കോളൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിളും ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഫ്ലോട്ട് വന്നെന്ന് മനസ്സിലായല്ലോ. അതായത് ഇപ്പോൾ ഹൈറ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ 54.2, 55.5 അങ്ങനെയുള്ള വാല്യൂസും എൻ്റർ ചെയ്യാം അല്ലേ. അങ്ങനെയുള്ള കേസ് കൂടി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചത്. ഇനി നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ ഇൻറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അതും അങ്ങനെയും ചെയ്യാം. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ വാല്യൂസ് മാത്രമേ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ഈ 10 കുട്ടികളുടെ വാല്യൂ അറേയിലേക്ക് എൻ്റർ ചെയ്യണം. അറേയിലേക്ക് വാല്യൂസ് റീഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ ലൂപ്പാണ്. ഓരോ പൊസിഷനിലുള്ള വാല്യൂ അറേയിലെ ഓരോ പൊസിഷനിലേക്കും നമുക്ക് എന്ത് ചെയ്യണം? ഹൈറ്റ്സ് എൻ്റർ ചെയ്യണം. എൻ്റർ ദ ഹൈറ്റ്സ് ഓഫ് 10 സ്റ്റുഡൻസ് ഇൻറ്റ് i = 0, i less than 10, i++. 0 തുടങ്ങി 9 വരെയുള്ള പൊസിഷൻ, അതായത് 10 ആണ് നമ്മുടെ അറേയുടെ സൈസ്. 0 തുടങ്ങി 9 വരെയുള്ള പൊസിഷനിലേക്ക് വാല്യൂസ് എൻ്റർ ആവുന്നു. സി ഔട്ട് സ്റ്റുഡൻറ് i+1. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ i+1 എന്ന് വന്നത് മനസ്സിലായോ? അതായത് ഇനിഷ്യലി നമുക്കറിയാം ഐയുടെ വാല്യൂ 0 ആണ്. നമ്മൾ എൻ്റർ ചെയ്യുന്നത് സ്റ്റുഡൻറ് 1ന്റെ വാല്യൂ ആണ്. ഇപ്പോൾ സ്റ്റുഡൻറ് 1 എന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടത്? 0 + 1 1. ഇനി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് അടുത്ത ഒരു ഐട്രേഷൻ വരുമ്പോൾ സ്റ്റുഡൻറ് 2. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വാല്യൂസ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ i+1 എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ /n ന്യൂ ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതും നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. /n ഇവിടെ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻറ് 1 ഒരു ലൈനിൽ, സ്റ്റുഡൻറ് 2 സെക്കൻഡ് ലൈൻ, സ്റ്റുഡൻറ് 3 തേർഡ് ലൈൻ, ആ ഒരു രീതിയിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ലാർജസ്റ്റ് ഹൈറ്റ് ഉള്ള സ്റ്റുഡൻറ്റിനെ കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ അറേയുടെ ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. പിന്നീട് അറേയിലെ ഓരോ വാല്യൂവും ഈ ലാർജസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഈ ഫോർ ലൂപ്പ് കഴിയുന്നതോടുകൂടി ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ എന്തായിരിക്കും ഉണ്ടാവുക? ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ ആ അറേയിലുള്ള വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ലാർജസ്റ്റ് ഹൈറ്റ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. സി ഔട്ട് /n ദ ലാർജസ്റ്റ് ഹൈറ്റ് ഈസ് ലാർജസ്റ്റ് യൂണിറ്റ്സ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി ഈ പ്രോഗ്രാമിന്റെ ലോജിക് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? ഹൈറ്റ്സ് ഓഫ് 0 എന്ന് പറയും, ഹൈറ്റ്സ് ഓഫ് 10 എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. 10 ആണ് ഈ അറേയുടെ സൈസ്. അറേയുടെ സൈസ് 10 ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ 0 to 9 വരെയുള്ള പൊസിഷനിലായിരിക്കും നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 10 വാല്യൂസ് എൻ്റർ ചെയ്തു. അപ്പം നമുക്കറിയാം ആദ്യത്തെ കുട്ടിയുടെ ഹൈറ്റ്, ഞാനിപ്പോൾ സപ്പോസ് ഒരു വാല്യൂസ് റാൻഡംലി എൻ്റർ ചെയ്തതാണ്. 3 ഒന്നും ഹൈറ്റ് വരത്തില്ല. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് 3, 4, 5 അങ്ങനെയുള്ള വാല്യൂസ് എൻ്റർ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലെ ഹൈറ്റ് വന്നിരിക്കുന്നത് 3 ആണ്. അതായത് 0th പൊസിഷനിലാണ് 3 വരുന്നത്. നെക്സ്റ്റ് പൊസിഷൻ ഫസ്റ്റ് പൊസിഷനിലാണ് 4, സെക്കൻഡ് പൊസിഷൻ 5. ഈ രീതിയിലായിരിക്കും നിങ്ങൾ വാല്യൂസ് എൻ്റർ ചെയ്യുമ്പോൾ അറേയിലേക്ക് വാല്യൂ പോകുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. അതായത് 10 ആണ് അറേയുടെ സൈസ്. അതുകൊണ്ട് തന്നെ 0 to 9 വരെയുള്ള പൊസിഷൻസിലാണ് അറേയിലേക്ക് വാല്യൂസ് എൻ്റർ ആവുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലൂപ്പ് നോക്കാം. ആദ്യം ലാർജസ്റ്റിലേക്ക് ഹൈറ്റ്സ് ഓഫ് 0, ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ എന്താണ്? 3 ആണ്. 3 എന്ന് പറയുന്ന വാല്യൂ ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. പിന്നീട് നമ്മൾ ആ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് എന്താ? ഇൻറ്റ് i = 1, i less than 10, i++. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് i = 1 തുടങ്ങിയാണ് തുടങ്ങിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാ?
ഫസ്റ്റ് പൊസിഷൻ അതായത് 0th പൊസിഷനിലുള്ള വാല്യൂ നമ്മൾ ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് തൊട്ടടുത്തടുത്ത വാല്യൂസ് അറയിൽ തൊട്ടടുത്തടുത്ത വാല്യൂസും നമ്മൾ ലാർജസ്റ്റ് എന്ന് പറയുന്ന വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 1 എന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇനി നമുക്ക് വേണ്ടത് എന്താ, ഫസ്റ്റ് പൊസിഷനിലുള്ള 4 എന്ന വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻറ്റ് i ഈക്വൽ ടു 1. i ഈക്വൽ ടു 1 അപ്പോൾ പറയാം ഹൈറ്റ്സ് ഓഫ് i, അതായത് ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ എന്താണ്, 4 ആണ്. 4 ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ്. ലാർജസ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. 4 ഗ്രേറ്റർ ദാൻ 3 ആണോ, 3 ആണ്. നമുക്കറിയാം അങ്ങനെയെങ്കിൽ എന്താ കണ്ടീഷൻ, ലാർജസ്റ്റ് ഈക്വൽ ടു ഹൈറ്റ്സ് ഓഫ് i, ലാർജസ്റ്റ് ഈക്വൽ ടു 4 എന്ന് വന്നു. ഫസ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് അടുത്ത പൊസിഷനിലേക്ക് വരുമ്പോൾ എന്താ, ഐയുടെ വാല്യൂ 2 ആവും. അതായത് സെക്കൻഡ് പൊസിഷനിലുള്ള വാല്യൂ എടുക്കുന്നു, 5 ആയി. അതെന്ത് ചെയ്യുന്നു, ലാർജസ്റ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അതായത് ആദ്യത്തെ ഐട്രേഷൻ കഴിഞ്ഞപ്പോൾ ലാർജസ്റ്റ് വാല്യൂ 4 ആണ്, 5 ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ വീണ്ടും എന്ത് പറ്റുന്നു, ലാർജസ്റ്റിന്റെ വാല്യൂ 5 ആയി. ഇനി തൊട്ടടുത്ത ഐട്രേഷൻ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും, തേർഡ് പൊസിഷനിലുള്ള വാല്യൂ എടുക്കുന്നത്. തേർഡ് പൊസിഷനിലുള്ള വാല്യൂ എന്താ, 18 ആണ്. 18 ഈ ലാർജസ്റ്റ് വാല്യൂ ആയ 5 ആയിട്ട് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 18 അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ലാർജസ്റ്റ് ഈക്വൽ ടു 18 ആവും. നമുക്ക് അടുത്തൊരു ഐട്രേഷൻ കൂടി നോക്കാം. അതായത് നെക്സ്റ്റ് ഐട്രേഷൻ വരുമ്പോൾ ഐയുടെ വാല്യൂ 4 ആണ്. ഹൈറ്റ്സ് ഓഫ് ഐ, ഫോർത്ത് പൊസിഷനിലുള്ള ഹൈറ്റ് എന്താ, 13 ആണ്. ഫോർത്ത് പൊസിഷനിലുള്ള ഹൈറ്റ് എന്താ, 13 ആണ്. 13 ഗ്രേറ്റർ ദാൻ 18 ആണോ, അല്ല. അപ്പോൾ അതുകൊണ്ട് ലാർജസ്റ്റിന്റെ വാല്യൂ 18 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. അതായത് നോ അപ്ഡേറ്റ്, ഇവിടെ അപ്ഡേഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു അറയിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം 18നേക്കാളും വലിയ നമ്പർ ഒന്നും അടുത്തതായിട്ട് വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും നമ്മുടെ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ലാർജസ്റ്റിന്റെ വാല്യൂ അപ്ഡേഷൻ ഒന്നും ഇല്ലാതെ 18 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. അതായത് ഫോർ ലൂപ്പ് കഴിയുന്നതോടുകൂടി ലാർജസ്റ്റിൽ 18 എന്ന വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെയാണ് ലഭിക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റുഡൻസിന്റെ വാല്യൂ നമുക്ക് എൻ്റർ ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റുഡൻറ്റിന്റെ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് സ്റ്റുഡൻറ്റിന്റെ വാല്യൂ എൻ്റർ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 10 സ്റ്റുഡൻസിന്റെ വാല്യൂസ് എൻ്റർ ചെയ്യാം. അപ്പോൾ 10 സ്റ്റുഡൻസിന്റെ വാല്യൂസ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 123 ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എക്സാംസ് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ പ്രോഗ്രാംസും ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോ എടുക്കൽ നിസ്സാര ജോലിയല്ല. നമ്മൾ ആദ്യം തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം, വീഡിയോ എടുക്കണം, അതിനുശേഷം എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങളേക്ക് മുന്നിലേക്ക് എത്താൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എക്സാമിന് മുന്നേ തന്നെ എല്ലാ പ്രോഗ്രാംസും ചെയ്ത് കഴിയാൻ കഴിയുമെന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാംസിൽ C++ പ്രോഗ്രാംസിൽ ഡൗട്ട്സ് ഉള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു 1 hour സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ദിവസം തന്നെ മേ ബി മൺഡേ ട്യൂസ്ഡേക്ക് ഒരു 1 hour 1.5 hour സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് ആ 1 hour സെക്ഷനിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ചാനലിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം, അതിൽ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ 1 hour സെഷൻ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്